അങ്ങനെ കോൺഗ്രസിന്റെ തീപ്പൊരികൾ പങ്കെടുത്ത നഗരസഭാ ഓഫീസ് മാർച്ച് കടന്നു വരികയാണ്. മുന്നണിയിലും പിന്നണിയിലും ചേർത്ത് 50 പേർ തികച്ചില്ലെങ്കിലും പൊരിവെയിലെത്തും സമരാഗ്നി കെട്ടിട്ടില്ല. തുടങ്ങി നേതാക്കളുടെ പ്രസംഗം. നഗരസഭാ പ്രദേശത്ത് വരുന്ന സ്കൂളുകളും കോളേജുകളും, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും, അത് ഏത് നിലയിലുള്ളതായാലും മെഡിക്കൽ കോളേജ് ഒഴികെ എല്ലാം അതാത് പ്രദേശത്തെ മുനിസിപ്പൽ ഭരണത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും. മന്ത്രി വീണ ജോർജിനെതിരായ സമരം കഴിഞ്ഞെന്ന് കരുതിയിരിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വക അവസാനത്തെ കലാപരിപാടി. അധികാരികൾ ഇങ്ങനെയാണെങ്കിൽ അതിശക്തമായ സമരവുമായി നാളെ സമരം കഴിഞ്ഞു. ഇനി കൗൺസിലർമാർക്ക് നഗരസഭയിലേക്ക് പോകണം. പോലീസ് നീതി പാലിക്കുക. നിങ്ങളുടെ ഹീറോ തോറ്റുപോയെന്ന് കരുതിയോ? അയാളിപ്പോൾ എന്തു ചെയ്യുന്നു? കോൺഗ്രസുകാർ അടക്കി ചോദിച്ചു. കോൺഗ്രസുകാർ പിരിഞ്ഞുപോയെടുത്ത് തൊട്ടടുത്ത ബീവറേജസിൽ നിന്നിറങ്ങി വന്ന ചേട്ടൻ പോലീസിനെ മുട്ടുകുച്ചു. ബാരിക്കേഡ് മാറ്റിയില്ലെങ്കിൽ ബീവറേജസിലെ കച്ചവടം കുറയും. അത് കുറഞ്ഞാൽ ആകെ പ്രശ്നമാകും. രതീഷ് മാടമ്പശ്ശേരിക്കൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.